ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്നു അല്ലെ. മാർച്ച് 30 നമ്മുടെ CTET റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും പെട്ടെന്ന് വന്നു. എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എത്ര പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നുള്ളത്. പക്ഷെ റിസൾട്ട് വന്നു. അപ്പൊ നമ്മുടെ CSET ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി റിസൾട്ട് നമുക്ക് ഇത്തവണയുണ്ട്. ഇത്തവണ നമ്മൾ ഒരു വർഷം കാത്തിരുന്നിട്ടാണ് CTET എക്സാം വന്നതും. അതായത് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ആണ് വന്നത് അല്ലെ. ഒരു എക്സാം പോലും നടന്നിട്ടില്ല. അപ്പൊ അത്രയും വെയിറ്റ് ചെയ്ത് ഇരുന്ന് എഴുതിയ ഒരു എക്സാം ആയിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടിലും അതിന്റെ കാണിക്കുന്നുണ്ട്. നമ്മുടെ CC ഒരുപാട് സ്റ്റുഡൻസ് CTET ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആക്ച്വലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് എണ്ണ തീർന്നിട്ടില്ല, റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കിട്ടിയത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഫോട്ടോസ് ഒക്കെ ഒരുപാട് കിട്ടാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും, അതായത് CTET ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. കാരണം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇത് നമ്മുടെ CBSE CTET സൈറ്റിൽ തന്നെ വന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാലോ നമ്മുടെ CTET പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണുള്ളത്. അപ്പൊ പേപ്പർ 1 എത്ര പേര് അവിടെ അപ്പിയർ ചെയ്തു, എത്ര പേര് കൺഫർമേഷൻ അല്ലെങ്കിൽ എത്ര പേര് എക്സാം എഴുതി, ആൻഡ് എത്ര പേരാണ് ക്വാളിഫൈഡ് ആയത് എന്നൊരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല, അതായത് ചുരുക്കം ചിലര് ഇപ്പൊ നോക്കിക്കേ, പേപ്പർ 1 33.69% മാത്രമാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ. പിന്നെ പേപ്പർ 2 എടുക്കുവാണെങ്കിൽ 18.56% മാത്രമേ, മൊത്തത്തിലാണ് പറയുന്നത് കേട്ടോ, 18.56% സ്റ്റുഡൻസ് മാത്രമേ പാസ്സായിട്ടുള്ളൂ. ഇനി ടോട്ടൽ എടുക്കുന്ന സമയത്ത് 25.68% മാത്രമേ പാസ്സായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി CTET ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും അത്രയും ഹാപ്പി ആവാം. കാരണം എന്താ, ഈ ചുരുങ്ങിയ പെർസെന്റേജിൽ ഒരാളാണ് നിങ്ങൾ. നോക്കിക്കേ, ഇപ്പൊ പേപ്പർ 1 12,11,611 പേര് ആക്ച്വലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സാം എഴുതിയവര് എന്തുകൊണ്ടൊക്കെയോ, ചിലപ്പോൾ കുറച്ചു പേര് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും 10,65,410 പേര് മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളൂ. അതിൽ തന്നെ 3,58,937 മാത്രമേ എന്തായിട്ടുള്ളൂ, പാസ് ആയിട്ടുള്ളൂ. പേപ്പർ 1 കേസ് എടുക്കുമ്പോൾ അതാണ് പെർസെന്റേജ് 33.69 വന്നിരിക്കുന്നത്. ഇനി പേപ്പർ 2 എടുക്കുന്ന സമയത്ത് പേപ്പർ 2 കുറച്ചുകൂടെ കൂടുതൽ പേര് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേട്ടോ. 21,56,459 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതില് 18,67,428 പേര് മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. അതില് വളരെ കുറവ്, പേപ്പർ 1 കുറവാണ് അവിടെ എന്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. വെറും 3,46,738. അതായത് പേപ്പർ 1 ആക്ച്വലി അപ്പിയർഡ് ആയിട്ടുള്ളവരുടെ അല്ലെങ്കിൽ എക്സാം എഴുതിയവരുടെ എണ്ണം അവിടെ കുറവായിരുന്നു. പക്ഷെ എന്നിട്ടും അവിടെ 3,58,000 ഉണ്ട്. പക്ഷെ പേപ്പർ 2 സംബന്ധിച്ചിടത്തോളം അവിടെ 18,67,428 പേര് എക്സാം എഴുതി. അതിൽ വെറും 3,46,738 പേര് മാത്രമാണ് 738 പേര് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. അതായത് അവിടുത്തെ പെർസെന്റേജ് വെറും 18.56 ആണ്. അപ്പൊ അതിലൊരാളാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എടുക്കുന്ന സമയത്ത് 26,49,129 പേരില് 23,24,625 പേരാണ് എക്സാം എഴുതിയത്. അതിൽ തന്നെ 5,97,061 പേരാണ് പാസ്സായിരിക്കുന്നത്. അതായത് 25.68% ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയും പേരും എക്സാം എഴുതിയിട്ടും അവിടെ കുറച്ച് പേര് മാത്രമാണ് പാസ്സായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? പലരും CTET എക്സാമിനെ ചിലപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ പഠിച്ച് വന്നിട്ടുണ്ടാവും, പിന്നെ എക്സാം ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പലരും അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ വർഷം നമുക്ക് എന്തായാലും ഒരു CTET എക്സാം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് ജനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ആൻഡ് ഫെബ്രുവരിയിലാണ് നമ്മുടെ എക്സാം നടന്നത് അല്ലെ. ഫെബ്രുവരി 7, 8 തീയതികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ വർഷം തന്നെ ഒരു എക്സാമും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ എഴുതി കിട്ടിയവര് ഓക്കെ ഫൈൻ, അവർ ഹാപ്പിയാണ്. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത ലെവലിലോട്ട് പോവാ. ഇനിയിപ്പോ അടുത്ത എക്സാം എന്താണോ അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ കരിയർ നിങ്ങൾ എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലോട്ട് പോവാ, നിങ്ങൾ സേഫ് ആണ്. പക്ഷേ CTET ചിലപ്പോൾ 1-2 മാർക്കിന് പോയവരുണ്ടാവും, അല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് പഠിക്കാതെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷെ CTET ഒരിക്കലും അങ്ങനെ പഠിക്കാതെ എക്സാം എഴുതി പോയി കിട്ടുന്ന ഒരു എക്സാം അല്ല. കാരണം ഇപ്പൊ നമ്മുടെ KTET ആണെങ്കിലും KTET ലെവൽ തന്നെ ഇപ്പൊ കൂടി വരുവാണ്. അപ്പൊ CTET ലെവലിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം
അതെന്തായാലും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ തവണയും വരുന്നത്. പക്ഷെ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ സീറ്ററ്റ് സൈക്കോളജിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ സൈക്കോളജി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈക്കോളജി അത്യാവശ്യം ഈസി ആയിട്ട് തന്നെയായിരുന്നു വന്നത്. ഇത്തവണ കേട്ടറ്റിന് വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി ആയിട്ടായിരുന്നു ആക്ച്വലി സീറ്ററ്റിന്റെ സൈക്കോളജി വന്നത്. പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സാം അതുപോലെ ആകണമെന്നില്ല, ആൻഡ് ബാക്കിയുള്ള സബ്ജക്ട്സ് ആണെങ്കിലും അതുപോലെ ആകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കാതെ നിങ്ങൾ ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കാരണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അതുപോലെ തന്നെ അതിനായിട്ട് പ്രിപ്പറേഷനും അതിനായിട്ട് ടൈമും കണ്ടെത്തിയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും സ്റ്റുഡൻസിന് കിട്ടി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൂടാ എന്ന ചിന്ത മാത്രം മതി, എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ CC-യിലാണെങ്കിലും സീറ്ററ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും അല്ലേ, അതായത് എങ്ങനെയാണ് ഇനിയിപ്പോ സീറ്ററ്റിന് വേണ്ടി എങ്ങനെയാ തയ്യാറെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ പഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ തവണ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഫോക്കസ് ഏരിയാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫോക്കസ് ഏരിയാസ് തന്നെയാണോ ഇതിന്റെ ഫോക്കസ് ഏരിയാസ്, അങ്ങനെ പല ഡൗട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് എന്തായാലും നമ്മുടെ സുജാമിസ് ഒരു വെബിനാറുമായിട്ട് എത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഇതിന് താഴെ തന്നെ, ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിടുക. അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്കും കൂടെ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും, നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതായത് ഇപ്പൊ സീറ്ററ്റിന്റെ ഫ്രഷ് ബാച്ച് ആണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബേസിന്ന്, അതായത് ഏറ്റവും ബേസിക് ലെവലിലുള്ള ക്ലാസ് ആയിരിക്കും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സീറ്ററ്റിന്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസിക് ലെവലിൽ ഒരു ഡീപ്പ് ലെവൽ നോളജ് എന്തായാലും വേണം സീറ്ററ്റിനായിട്ട്. കാരണം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ലെവൽ ഓഫ് ലേണിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് പറ്റിയ ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അത്രയും ഡീപ്പ് ലെവലുള്ള ക്ലാസ്സും അതുപോലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എക്സാംസും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്നും കിട്ടുന്നതായിരിക്കും. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പറും അവൈലബിൾ ആയിരിക്കും. ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് പിന്നെ പറയേണ്ട കാര്യം നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ഉണ്ട്, ദെൻ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്താണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. സോ മറക്കണ്ട, വെബിനാറിൽ പങ്കെടുക്കാനായിട്ടുള്ള ലിങ്കും താഴെ തന്നിട്ടുണ്ട്. ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തന്നിട്ടുണ്ട്. അതൊക്കെ ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് അടുത്ത കാര്യം നമ്മുടെ കോഴ്സിന്റെ കാര്യവും പറഞ്ഞു. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റും കൂടെ ചെയ്യാം. അപ്പൊ സീറ്ററ്റിന് നമുക്ക് എന്തായാലും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. എല്ലാവരും ഇന്ന് തന്നെ സീറ്ററ്റിന് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ കഴിഞ്ഞ സീറ്ററ്റ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നവര് പിന്നീട് വിജയിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, കഴിഞ്ഞത് പോട്ടെ, ഇനി അടുത്ത എക്സാമിന് എനിക്ക് പിടിക്കണം, അടുത്ത എക്സാമിന് ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊക്കെ വിചാരിക്കുന്നവർ മാത്രമാണ് അടുത്തൊരു ഇതുപോലുള്ള ഒരു പോസ്റ്ററിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ ഒരാളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. That's all from this session. Thank you. Download now CC Learning app.